ഗുഡ് മോർണിംഗ്. കഥാപ്രസംഗക്കാരാണ് അല്ലേ? അടിപൊളിയായിട്ട് ഇതാ ഇൻസ്ട്രുമെന്റും ഒക്കെ ആയിട്ട്. അപ്പൊ രാവിലെ നമുക്കൊരു കഥ കേൾക്കണം. ആദ്യം നമുക്ക് കഥ കേൾക്കണോ, പരിചയപ്പെടണോ, പരിചയപ്പെട്ടതിന് ശേഷം കഥയിലേക്ക് പോകണം. അതെ, അപ്പൊ നമുക്ക് ചോദിക്കാം അല്ലേ, ഏതാണ് സ്കൂള്, എവിടെ നിന്നാണ് സ്ഥലം? ഞങ്ങള് വരുന്നത് മലപ്പുറം. ഒറിജിനൽ ആണോ എന്നൊക്കെ നോക്കണേ. എന്റെ പേര് അന്ന വൈദേഹി. ലീഗ്. ഇത് അന്ന. എന്റെ പേരും അന്ന എന്നാണ്. നിവേദ് കൃഷ്ണ. ഓക്കേ. ഒന്ന് തല കുലുക്കിക്കേ. ഞങ്ങൾക്ക് ടിപ്പ് പറഞ്ഞുതരാമോ? എന്നിട്ടും കാര്യമൊന്നുമില്ല. ഡെയിലി കുളിക്കണം. കുളിക്കാതിരുന്നാ ഇങ്ങനെ വരും അല്ലേ? ഡെയിലി കുളിക്കണം. അന്നയുടെ അല്ല, ഞാൻ ഡെയിലി കുളിക്കാറുണ്ട്. രണ്ടാമത്തെ ചോദ്യം വേണ്ട. ഈ അന്നയുടെ കാര്യം. സോറി, രണ്ടന്നയുണ്ടേ. ശരി, അപ്പോ നിങ്ങൾ ഏത് സ്കൂളായിരുന്നു? മലപ്പുറം അല്ലേ? ഏതായിരുന്നു കഥ ഇത്തവണ സെലക്ട് ചെയ്തത്? ഞങ്ങള് ഓൾറെഡി രണ്ടാമത്തെ പ്രാവശ്യമാണ് സ്റ്റേറ്റ് കഥാപ്രസംഗത്തിന് വരുന്നത്. അത് മിസ്സാവരുത്, അത് ആദ്യമേ പറഞ്ഞണം. അവരെന്തൊക്കെ ചോദിച്ചാലും ഇത് ആദ്യം പറയണമെന്ന് ആരാ പറഞ്ഞത്? ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടാം വട്ടം എ ഗ്രേഡ് നേടുന്ന കിടിലൻ കക്ഷികളാണ്. ശരി, അടുത്തത്. ഇക്കൊല്ലം ഞങ്ങൾ അവതരിപ്പിച്ചത് അടിയന്തരാവസ്ഥയുടെ സമയത്ത് അറനാടർ എന്ന് പറഞ്ഞ നിലമ്പൂരിലുള്ള ഗോത്ര വിഭാഗത്തിനെ നിർബന്ധിച്ചു കൊണ്ടുപോയി, അഥവാ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയിട്ട് വന്ധ്യംകരിച്ചു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. ഓൾറെഡി ഇന്ത്യയിലെ എല്ലാ ഗോത്ര വിഭാഗങ്ങളും നാശത്തിന്റെ വക്കിലാണ്. പിന്നെ ഈ ചൂരൽമല ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, ചൂരൽമല എന്ന് പറയുമ്പോൾ നിലമ്പൂർ ആ താഴ്വാരത്തിലേക്കാണ് ചാലിയാർ ഒഴുക്കി കൊണ്ടുവന്നത് ഈ ശവശരീരങ്ങളൊക്കെ. അപ്പൊ അത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. അടിയന്തരാവസ്ഥയ്ക്ക് 1/2 നൂറ്റാണ്ട് തികയുന്ന സമയമാണിപ്പോ. അതെ, 26. ഓക്കെ, ഗംഭീരമായ പൊളിറ്റിക്സ് ഉള്ള ഒരു നാടിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം. അപ്പൊ പറഞ്ഞ് നമ്മളിനി കഥാപ്രസംഗത്തിന്റെ ഒരു മൂഡ് കളയുന്നില്ല. അതിന്റെ ചില വേർഷൻസ് ഒക്കെ ഒന്ന്, ഏറ്റവും നല്ല രസകരമായ ഒരു മൊമെന്റ് ഞങ്ങൾക്ക് വേണ്ടി തരാമോ? പ്രിയരെ, ദി ലാസ്റ്റ് പേജ് എന്ന സുപ്രസിദ്ധ ഇന്ത്യൻ ഡോക്യുമെന്ററിയെ അധീകരിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥ ഒടുവിലത്തെ താൾ. ലോകത്ത് നിലവിൽ 269 പേർ മാത്രം ജീവിച്ചിരിപ്പുള്ള ഒരു ഗോത്ര സമൂഹത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേറെങ്ങുമല്ല, ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നാടുകാണിയുടെ താഴെ മുളങ്കൂട്ടങ്ങൾ സ്വയം മറന്നു പാടുന്ന ചാലിയാറിന്റെ കരയിലെ ശാന്തസുന്ദരമായ ദേശം ഏറനാട്. അറനാടർ എന്ന ആദിവാസി ജനതയുടെ നാട്. മുൻപ് അറനാടർ തിങ്ങിപ്പാർത്ത ഇടമായതിനാലാണ് ഇവിടെ ഏറനാട് എന്ന പേര് വന്നതെന്ന് വിദേശ ചരിത്രകാരനായ A.A.D. ലൂയിസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മുളപാടണ കാലത്തെ കഥ കേട്ടിട്ടുണ്ടോ? കാടായ കാടെല്ലാം കാടിന്റെ മക്കളുടെ പുഴപാടും ജീവന്റെ തുടിതാളം കേട്ടിട്ടുണ്ടോ? മലഞ്ചെരുവിലെ മീനിന്റെ തെളിവുള്ളൊരു കിഴി പോലെ. കാടിന്റെ നിത്യവന്യതയിലും മലഞ്ചെരുവുകളുടെ സ്വച്ഛതയിലും ചെറുവേട്ടകളുടെ ആനന്ദങ്ങളിലും അവർ സ്വയം മറന്നുപാടി. പച്ചമരുന്നിന്റെ വേര് ചതച്ച് അവർ ഏതു രോഗത്തെയും മറികടന്നു. കാട്ടി മഞ്ചലിലെ മീൻചാടി, മീൻകട്ടിപ്പാറയിലെ മീൻചാടി, ആറ്റുമീനിനെ പിടിച്ചപ്പ മീൻചാടി, മീൻകട്ടിപ്പാറയിലെ മീൻചാടി. കാലവേഗത്തിനൊപ്പം തെക്കുനിന്നും വടക്കുനിന്നും, എന്തിന് അങ്ങ് ദ്രാവിഡ നാട്ടിൽ നിന്ന് പോലും അറനാടന്റെ ഭൂമികയിലേക്ക് കുടിയേറ്റക്കാർ പെരുകി വന്നു. അറനാടന്റെ കാട്ടോരത്തെ കൂരയോളം അധിനിവേശക്കാരന്റെ അങ്ങാടി വളർന്നപ്പോൾ അറനാടർ കാടിനും നാടിനും ഇടയിലായി. കുടിയേറ്റക്കാരുടെ ലാഭപ്പൂതിയിലും അധിനിവേശക്കരുത്തിലും ഏറനാടിന്റെ ആദിമ സംസ്കൃതി ആടിയുലഞ്ഞു. പൊട്ടിക്കരയാൻ ചിരിക്കാൻ കഴിയില്ല, ഞെട്ടറ്റു വീണുപോയി ജീവിതം, ഞെട്ടറ്റു വീണുപോയി. പൊട്ടിക്കരയാൻ ചിരിക്കാൻ കഴിയില്ല, ഞെട്ടറ്റു വീണുപോയി ജീവിതം, ഞെട്ടറ്റു വീണുപോയി. സർവസന്നാഹങ്ങളോടെയും വേട്ടയ്ക്ക് പോയ കുടിയേറ്റക്കാരുടെ കോവിലക തമ്പുരാൻ തിരിച്ചു വന്നപ്പോൾ മലദൈവത്തിന്റെ പ്രതിഷ്ഠ പോലും നാട്ടുദൈവത്തിൻ്റെതാക്കി.
അരങ്ങിലിന് പിന്നിൽ നിന്നല്ലേ നമ്മുടെ അണിയറിൽ നിന്നൊരു കയ്യടിയൊക്കെ ആകാമെന്ന് തോന്നുന്നു. അതെ, നമ്മുടെ ടീം മുഴുവനുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. എത്ര നാളെടുത്തു ഇത് പഠിച്ചെടുക്കാൻ? ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ അപ്പീൽ വാങ്ങിയിട്ടായിരുന്നു സ്റ്റേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പീലിൻ്റെ ആ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങൾ ഈ കഥാപ്രസംഗം പഠിച്ചത്. അപ്പീൽ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, 2 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം കൊണ്ട് പഠിച്ചു, എല്ലാവരും ഓക്കെ ആയി. തുടക്കം തന്നെ ഗംഭീരമായിട്ടുണ്ട്. നല്ല കമന്റ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു. ഭാവുകങ്ങളും എന്ന് പറയുന്നുണ്ട്, സുകുമാരൻ പറയുന്നുണ്ട്, അവതരണം, പാട്ട് ഒക്കെയും ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ കഥാപ്രസംഗ ടീം ഇനിയും പൊതുവേദിയിൽ എത്തണമെന്നൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സന്തോഷായോ? സന്തോഷം. ഒരു നല്ല ചിരിയിൽ സമ്മാനിച്ചു തിരിച്ചു കേട്ടോ പ്രേക്ഷകരെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ ഈ പുതിയ കഥാപ്രസംഗ രംഗത്തെ ആളുകളായതുകൊണ്ട് കഥാപ്രസംഗം എന്നൊരു കല, ഇതിനെക്കുറിച്ച് അറിയാറുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ? കഥാപ്രസംഗം ചെയ്യുന്ന ആളുകളെ അറിയുമോ? കഥാപ്രസംഗം പണ്ടൊരു ജനകീയ കലയായിരുന്നു. വി.ഡി. രാജപ്പൻ അതേപോലെ സാംബശിവനിൽ തീർന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ് പുതുതലമുറയിലുള്ള ആരെയും നമുക്ക് ആർക്കും അറിയില്ല. അതിന്റെ ആ ഒരു ജനകീയത ഇന്നുകളിലേക്ക് എത്തുമ്പോൾ പോയിട്ടുണ്ട്. പണ്ട് ഉത്സവപ്പറമ്പുകളിലൊക്കെ തകർത്താടിയ ഒരു കലയായിരുന്നു കഥാപ്രസംഗം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഒരുവിധം ആർക്കും കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ അറിയില്ല. മോള് യൂട്യൂബില് സാംബശിവന്റെ ഒക്കെ കഥാപ്രസംഗം കേട്ടിട്ടുണ്ട്. എന്താ തോന്നിയത്? അതിനോടൊരു വലിയ ഇഷ്ടം തോന്നിയത് എന്താ? അതിന്റെ ഒരു പ്രത്യേകത എന്താ തോന്നി നിങ്ങളൊക്കെ? അതിന്റെ പ്രത്യേകത ആ കാലത്തെ സംബന്ധിച്ച് അത് ഓക്കെ ആയിരുന്നു. പക്ഷെ മലയാള സിനിമ ഇന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് എങ്ങനെ ഉണ്ടാവും? അത് ഇവോൾവ് ചെയ്ത് ഇന്ന് ജനപ്രതിനിധി അത്രയും കാലത്തിനനുസരിച്ചുള്ള മാറ്റം. അപ്പൊ അതെന്താ കഥാപ്രസംഗത്തിൽ സംഭവിച്ചത്? കഥാപ്രസംഗത്തിന് കാലത്തിനനുസരിച്ചുള്ള മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ടാണ് കഥാപ്രസംഗം ഇന്ന് ജനപ്രതിനിധി കുറഞ്ഞു പോയത്. പഴയ കഥാപ്രസംഗത്തിൽ തന്നെയല്ലേ നിങ്ങളും റെപ്രസെന്റ് ചെയ്യുന്നത്? അല്ല, പിന്നെ എന്താണ് മാറ്റം? ഞങ്ങളുടെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര നാടകീയത ഞങ്ങൾ കൊടുക്കുന്നില്ല കഥാപ്രസംഗത്തിന്. ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം നാടകീയത എന്നുള്ള പോളിസിയാണ് ഞങ്ങളുടേത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലതും കൂടി വരുമ്പോ കുറച്ചും കൂടി പാട്ടുകളും എല്ലതും ജനങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമുണ്ടല്ലോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, അന്നും ഉണ്ട്. പക്ഷെ ഇത്രയും അവര് നോട്ട് വായിക്കുന്നതിനപ്പുറം അവര് പാട്ടുകൾ വായിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ ആ ഒരു ഫോമിലേക്ക് അന്ന് എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ശരി. പക്ഷേ കഥകളുടെ സെലക്ഷൻ നോക്കൂ. ക്ലാസിക്കുകൾ എങ്ങനെയാണ് സാധാരണക്കാരിലേക്ക് എത്തിയത്? സാംബശിവന്റെയൊക്കെ ഒഥല്ലോയും ഒക്കെ എത്ര ഗംഭീരമായിട്ടാണ്. അങ്ങനെയല്ലേ സാധാരണ മനുഷ്യർ പോലും ഇങ്ങനെ ഓരോ വരികളും മനസ്സിലായില്ലേ? ആ രീതിയിൽ കഥാപ്രസംഗത്തിന് വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇതിൽ മുന്നോട്ട് പോവോ? ചെയ്യുവോ കഥാപ്രസംഗം? പിന്നെ അതോ എ ഗ്രേഡ് കിട്ടാൻ മാത്രമാണ്? അല്ല, ഞങ്ങൾ വേദികളാണ് കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത്. ചെയ്യാറുണ്ടോ പുറത്ത്? ചെയ്യാറില്ല. കഥാപ്രസംഗത്തിന്റെ ആ ഒരു ജനപ്രതിനിധി കുറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ വേദികളിൽ ഇതുവരെ പോയിട്ടില്ല. ആരും വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടൊന്നുമില്ല. ഈ ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കഥാപ്രസംഗം മരിച്ചു അല്ലെങ്കിൽ, പക്ഷെ ആരും ഇതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, എഫേർട്ട് വരുന്നില്ല. നിങ്ങൾ എന്തായാലും ഉണ്ടാകും. ലൈഫ് ലോങ് കഥാപ്രസംഗത്തിന്റെ ഒരു പ്രാധാന്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. വേദികൾ കിട്ടിയാൽ തീർച്ചയായും പോകും എല്ലാവരും. എല്ലാവരും പോകും. ഇതിന്റെ ലീഡറാണ് അന്ന. മൈക്കില്ലാതെ ഈ പെർഫോമൻസിന് മാർക്കില്ല കേട്ടോ. മൈക്കില്ലാതെ റെക്കോർഡിംഗ് പ്രവർത്തിക്കുന്നില്ല. അതായത് ഓക്കെ. അപ്പോ പുതിയ ഇൻസ്ട്രുമെന്റ്സ് ആണ് കുറച്ചും കൂടി നിങ്ങൾ കഥാപ്രസംഗ വേദിയിൽ ഉണ്ടെങ്കിൽ മനസ്സിലാവും. ക്ലാർനെറ്റ്, വയലിൻ, അതേപോലെ പുതിയ ഇൻസ്ട്രുമെന്റ്സ് ആണ് എല്ലാവരും കൊണ്ടുവന്നിരിക്കുന്നത്. കഥാപ്രസംഗം മോഡിഫൈ ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അങ്ങനെ വരുന്നുണ്ട്. അത് എനിക്കിപ്പം അന്ന സംസാരിച്ചപ്പോഴാണ് ആ ഒരു പുതിയ തോട്ട് വന്നത്. കാലത്തിനനുസരിച്ച് ഈ കലാരൂപം നവീകരിക്കപ്പെടേണ്ടതുണ്ട് അല്ലേ? അത് കഥ പറഞ്ഞു പോവാന്നല്ല, അവരുടെ ഒരു വിഷൻ എത്രയാണ് എന്നുള്ളതാണ്. ചെറിയ കുട്ടികൾ ഈ വിധത്തിൽ ചിന്തിക്കുക എന്ന് പറയുന്നത് പറയുന്ന ഒരു സംഗതിക്കുള്ള പ്രാധാന്യം എത്രയാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പറയുക. അല്ലെ, ഈ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. ഭയങ്കര മെലോഡ്രാമയ്ക്ക് സ്കോപ്പ് ഇല്ലാതെ അതിനെ വല്ലാതെ ഡൗൺ ചെയ്യിച്ച് അല്ലേ? ഈ പറഞ്ഞ പോലെ പാശ്ചാത്യ സിനിമകളെ കുറിച്ച് സത്യജിത് റായ് എഴുതിയിട്ടുണ്ട്. ഇമോഷൻസ് ആർ മ്യൂട്ടഡ് എന്ന് പറയും. വലിയ അഭ്യാസത്തിനൊന്നും പോകില്ല, വളരെ പ്ലെയിൻ നറേറ്റീവിൽ അങ്ങനെ പോകും. പക്ഷെ നമ്മൾ സുഖകരമായി അത് കണ്ടിരിക്കും. നമ്മുടെ മലയാള സിനിമയിലും അഭിനയ രീതികളിലൊക്കെ വലിയ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് മാറുന്നു. കഥാപ്രസംഗവും മാറട്ടെ. പുതിയ തലമുറ വളരെ ഇൻഡെപ്തായിട്ട് അത് ആലോചിക്കുന്നു എന്നുള്ളതാണ് കേട്ടപ്പോൾ ഉറപ്പായും പ്രേക്ഷകർക്ക് അത് ആ ഫീല് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങളുടെ ഒരു വിചാരം. നിങ്ങളുടെ എൻറ്റയർ ടീമിന് ഒപ്പം ഇവരെ ഇതിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ അറിവൊക്കെയും അതിനൊരു സമയം അവർക്ക് കിട്ടുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ. അപ്പൊ അതിനെല്ലാവർക്കും ഇനിയും ഏറെ ഉയരങ്ങളിൽ എത്തട്ടെ. ഈ ഒരു കഥാപ്രസംഗത്തിന് അന്നയുടെ ക്യാപ്റ്റൻസി അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. വൈദേഹി
താങ്ക് യു സോ മച്ച്. ആഹാ, അതിനാണ് അവിടെ കഷ്ടപ്പെട്ടത്. മോളെ അതങ്ങ് മേടിച്ചത് കുറച്ച് നേരമായിട്ട് വിനിഷ അല്ല നമ്മള് പറഞ്ഞെന്നറിയാം, ഇപ്പൊ ചെയ്തിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിക്കില്ല. ഓക്കെ, താങ്ക് യു, ബൈ.